ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തെ ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ശനിഗ്രഹ മാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ശനിഗ്രഹം മാറുന്നത് ഇപ്പോൾ കുംഭരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് മീനൻ രാശിയിലേക്ക് മാറുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 15-ാം തീയതി അർദ്ധരാത്രി 12:30 അതായത് മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം ഉദയത്തിന് ശേഷം, അതായത് മീനമാസം 15-ാം തീയതി ഉദയത്തിന് ശേഷം 45 നാഴിക കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ 45 നാഴിക കഴിയുമ്പോൾ ഏകദേശം അർദ്ധരാത്രി എന്ന് പറയും. അപ്പോൾ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ മീനം 15 തന്നെ ആവുകയുള്ളൂ, 16 ആവില്ല. അത് 12 മണിക്ക് ശേഷം കഴിഞ്ഞ് പറഞ്ഞ ഒരു ഡേറ്റ് മാറും. പക്ഷെ അത് ഇംഗ്ലീഷ് ഡേറ്റേ മാറുകയുള്ളൂ, മലയാളം ഡേറ്റ് മാറില്ല. അതായത് 2025 മാർച്ച് 30 എന്നാണ് പറയുന്നത്. ചിലവരെ കൊടുത്തിട്ട് മാർച്ച് 29 രാത്രി 12:30 പറയും. പക്ഷെ മാർച്ച് 30-നാണ് ശരിക്കും മാറുന്നത്, പുലർച്ചെ 12:30. മാർച്ച് പുലർച്ചെ 12:30 അർദ്ധരാത്രി തന്നെയാണ്, 1:30 പ്രകാരമാണ് മാറുന്നത്. ഉദയത്തിന് ശേഷം 45 നാഴികയും ശേഷം. അതായത് അന്നത്തെ ദിവസം കാലത്ത് ഉദയത്തിന് സമയത്ത് കറുത്തവാവാണ്. അതായത് കറുത്തവാവ് പറഞ്ഞാൽ അമാവാസി ദിവസമാണ് അന്നേക്ക് തുടക്കത്തിൽ. അത് ഏകദേശം 24 നാഴിക 30 നാഴിക വിനാഴികയോളം ഉണ്ട്. അപ്പോൾ കറുത്തവാവ് കഴിഞ്ഞ് ഒന്നാം പാദത്തിലേക്ക്, അതായത് കറുത്തവാവ് കഴിഞ്ഞ് ഒന്നാം പാദത്തിലേക്ക് വരുന്ന സമയത്താണ് ശനി പ്രവേശിക്കുന്നത്. എവിടേക്ക്? മീനൻ രാശിയിലേക്ക്. ആ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുംഭമാസം മീനമാസം 15-നാണ് മാറുന്നത്. കുംഭമാസം 11-ാം തീയതി തൊട്ടിട്ട് ശനിക്ക് മൗഢ്യം തുടങ്ങുന്നുണ്ട്. കുംഭമാസം 11-ാം തീയതി തൊട്ടിട്ട് മൗഢ്യം തുടങ്ങുന്നുണ്ട്. മൗഢ്യം അവസാനിക്കുന്നത് കുംഭമാസം 16-ാം തീയതിയാണ്. ഇവിടെ കുംഭമാസം 15-ാം തീയതിയാണ് മാറുന്നത്. അപ്പോൾ കുംഭമാസം 16-ാം തീയതി വരെ മൗഢ്യമുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ചെറിയ വ്യത്യാസം പറഞ്ഞാൽ കുറച്ച് വ്യത്യാസത്തിൽ മൗഢ്യം കഴിയാറായ സമയത്താണ് പ്രവേശിക്കുന്നത് മീനൻ രാശിയിൽ. ഈ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഏതൊക്കെ ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞാൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്, രാഹുവുണ്ട്. അവിടെ ഒരു ഗ്രഹയുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രഹയുദ്ധത്തിലാണ് മൗഢ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ ബലമില്ലാത്ത ഒരവസ്ഥയിൽ ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു ദോഷം തന്നെയാണ്. കാരണം വെച്ചാൽ ഗ്രഹയുദ്ധത്തിൻ്റെ ഇടയിലാണ് ആൾ പോയി പെട്ടിരിക്കുന്നത്. ഇവിടെ ഉദയലഗ്നം എന്ന് പറയുന്നത്, ഉദയലഗ്നം പറഞ്ഞാൽ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം ധനുലഗ്നമാണ് ഉദിച്ചു വരുന്നത്. ആ ധനുലഗ്നത്തിൻ്റെ അധിപൻ ആരാണ് ചോദിച്ചു പറഞ്ഞാൽ വ്യാഴമാണ്. അപ്പോൾ വ്യാഴം 4-ാം ഭാവം, അതായത് ലഗ്നത്തിൻ്റെ 4-ാം ഭാവം മീനൻ രാശിയാണ്. ആ മീനൻ രാശിയിലേക്കാണ് ശനി മാറുന്നത്. അപ്പോൾ ലഗ്നാധിപൻ 4-ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട് 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. വിഘ്നസ്ഥാനം, തസ്കരാദാതി വിഘ്നാദി വ്യാധിയറ്റ തനുഷതി എന്ന് പറയും. അപ്പോൾ ദൈവാധീനം കുറഞ്ഞ സമയത്താണ് ശനിയുടെ മാറ്റം എന്നർത്ഥം. ദൈവാധീനം കുറഞ്ഞ സമയത്ത്. കാരണം ദൈവാനുഗ്രഹം കുറയാന്ന് വെച്ച് പറഞ്ഞാൽ വ്യാഴം മറഞ്ഞു പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലഗ്നാധിപനും 4-ാം ഭാവാധിപനുമാണ് വ്യാഴം. അപ്പോൾ ലഗ്നാധിപനും 4-ാം ഭാവം കൊണ്ടാണ് ജനശ്രദ്ധ, സ്ഥലത്തിൻ്റെ ജനങ്ങളുടെ ജനവികാരം, രാജഭരണം, ഭരണാധികാരികൾ എല്ലാം 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിലാണെങ്കിൽ ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും രാഹുവും എല്ലാവരും കൂടി ചേർന്നിട്ട് അതിലാദ്യം ആര് ജയിച്ചു വരണോ അവരാണ് ബലവാന്മാരെന്നാണ് ജ്യോതിഷപ്രകാരം ചൊല്ലാറുള്ളത്. അപ്പോൾ അത് കാരണം ശനിയുടെ രാശിമാറ്റം ജനങ്ങൾക്കല്ല, മൊത്തം രാജ്യത്തിന് അത്ര ഗുണമല്ല എന്ന് പറയുന്നത്. ശനി മന്ദൻ, അതായത് മന്ദൻ പറഞ്ഞാൽ മെല്ലെ സഞ്ചരിക്കുന്നവൻ മന്ദൻ, രോഗകാരകനാണ്, മരണകാരകനാണ്. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും സർവ്വ ദുരിതത്തിൻ്റെയും കാരകനാണ്
ശനി. ആ ശനി നാലാമിടമായിട്ടുള്ള നാലാം ഭാവം പറഞ്ഞ സുഖസ്ഥാനമാണ്. ആ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സുഖമില്ലായ്മ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് സുഖമില്ലായ്മ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അത് പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ 4 സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, രാഹു, ശനിയും കൂടി ചേർത്ത് ശനിയും കൂടിയായി. അപ്പോൾ 3 3 6 ഗ്രഹമാണ് അവിടെ ഉള്ളത്. 6-ാം ഭാവത്തിൽ വ്യാഴവും. 7-ാം ഭാവത്തിലാണെങ്കിലോ ചൊവ്വയാണ്. ചൊവ്വ വക്രഗതിയോട് കൂടിയിട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. അതായത് കർക്കിടക രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർക്കിടക രാശിയിൽ നിന്ന് വക്രഗതിയോടുകൂടി സഞ്ചരിച്ച് 7-ാം ഭാവത്തിലേക്ക് പോയി. അപ്പോൾ 7-ാം ഭാവത്തിൽ 5-ാം ഭാവാദിനും 12-ാം ഭാവാദിനും 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭൂമി കാരകനാണ്. ഭൂമി ദോഷങ്ങളുണ്ടാവും. ബാധകാസ്ഥാനം കൂടിയാണ്. ഭൂമി ദോഷങ്ങളുണ്ടാവും. ഭൂമിക്ക് പലവിധ വിള്ളലുകളും ഭൂചലനങ്ങളിലും മറ്റുള്ളതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് ഗുളികനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. ലഗ്നത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത്, ഉദയലഗ്നത്തിൻ്റെ ഒപ്പം ഗുളിക നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ശനിയുടെ രാശിമാറ്റം അത്രയ്ക്ക് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. അതായത് രാജ്യത്തിനെ പുറത്തുവരിക്കും, ജനങ്ങളെ പുറത്തുവരിക്കാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചിന്തിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന വെച്ച് പറഞ്ഞാൽ ശനിയുടെ രാശിമാറ്റം ഇന്ന രാശിക്കാർക്ക് ഇന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെ ഉണ്ടാവും എന്നുള്ള വീക്ഷണമാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ നമ്മളെ പറ്റി മാത്രമല്ല മറ്റുള്ളവരെ പറ്റിയും കുറച്ചുകൂടി ചിന്തിക്കണം. ഓരോ ഗ്രഹങ്ങൾ മാറുന്നതും ഓരോരോ പ്രത്യേകതകൾ ഭൂമിയിലേക്കാണെങ്കിലും പ്രകാശധ്വനിക്കാണെങ്കിലും വായുവിനാല് എല്ലാം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാശിപ്രകാരം തന്നെ ഓരോ രാശിക്കാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ടകശനിയിൽ നിന്ന് രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ നോക്കാം. കണ്ടകശനിയിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നത് ഇതുവരെയ്ക്കും വൃശ്ചിക രാശി എന്ന് തന്നെ എടുത്തു പറയാം. വൃശ്ചിക രാശി തന്നെ ആദ്യം തന്നെ എടുത്തിടുന്നു. വൃശ്ചിക രാശി എന്ന് വെച്ച് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന വൃശ്ചിക രാശിക്കാർക്ക് 4-ാം ഇടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി 5-ാം ഭാവമായിട്ടുള്ള മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവർ കണ്ടകശനിയിൽ നിന്ന് അവർക്ക് മോചനം നേടി. കണ്ടകശനി വെച്ച് പറഞ്ഞാൽ 4-ാം ഇടത്തിലുള്ള കണ്ടകശനിയാണ്. ഒരുപാട് ദേഹാസ്വസ്ഥത, സാമ്പത്തിക സന്ധത, ബന്ധു തർക്കം, അതുപോലെ തന്നെ സമീപവാസികളായിട്ടുള്ള തർക്കങ്ങൾ, ദേഹസുഖം കുറയുക, ആരോഗ്യനില കുറയുക, ആശുപത്രിവാസം ഉണ്ടാവുക എന്നിവയെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തിൽ നിന്നും 4-ാം ഭാവത്തിൽ നിന്ന് കണ്ടകശനി മാറി 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസവും ഗുണകരവുമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ദേഹസുഖം കിട്ടും, അതിനോടൊപ്പം തന്നെ മനസ്സുഖം കിട്ടും, അതുപോലെ തന്നെ ബന്ധുബലം കൂടും, ബന്ധുക്കളുമായി സഹകരണം ഉണ്ടാവും, സന്തോഷവനായിട്ടിരിക്കും, മനസമാധാനം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കണ്ടകശനി 4-ാം ഇടത്തിൽ നിന്ന് മാറുന്നതോടുകൂടിയിട്ട് അവരുടെ രോഗാവസ്ഥയിൽ നിന്നും കുറവുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും ഭവന നിർമ്മാണം നടക്കുകയാണെങ്കിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും എന്നുള്ളതും പറയാം. മാതാസുഖർമാതുര ബാഹുനിയെ ക്ഷേത്രസുഖവാഹനമാസനം ശയനച്ചവൃതി. അപ്പോൾ 4-ാം ഇടത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായിരുന്ന പലവിധ സ്വപ്നങ്ങളും, ഒരു വാഹനം വാങ്ങിക്കുക, ഒരു ഭവനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വീട് മാറിപ്പോവുക, അല്ലെങ്കിൽ ഭവനം വിൽക്കേണ്ടി വരിക എന്ന സാഹചര്യങ്ങളെല്ലാം മാറി അതിൽ നിന്ന് മോചനം നേടി വരുന്ന ഒരു സമയമാണ് വൃശ്ചിക രാശിക്കാർക്ക് കണ്ടകശനിയിൽ നിന്ന് മോചനം നേടി വരുന്നത് എന്നുള്ള പറയുന്നത്. അപ്പോൾ ആ കണ്ടകശനിയിൽ പെട്ടിരുന്ന ഈ വിശാഖം, അനിഴം, തൃക്കേട്ട എന്ന വൃശ്ചിക രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് അർത്ഥം. ദോഷങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ. പഞ്ചമസ്ഥാനമായ 5-ാം ഭാവം ത്രികോണസ്ഥാനം എന്ന് പറയും.
5ഉം 9ഉം ശനിക്ക് ഗുണമാണ്. 8 കഴിഞ്ഞ് അഷ്ടമ ശനി കഴിഞ്ഞ് 9ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് ഭാഗ്യശനിയായി മാറും. 4ാം ഭാവത്തിൽ നിന്ന് മാറി 5ാം ഭാവത്തിൽ വരുമ്പോൾ പഞ്ചമസ്ഥാനത്തിലേക്ക് മാറും. ത്രികോണസ്ഥാനവും 5ഉം 9ഉം. അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്ത് അത് ഗുണമാണ്. ഒരു ദിവസത്തെ മൗഢ്യമുള്ളൂ. അത് ആ ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ ശനി വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്, ഗുണവാങ്ങും. അപ്പോൾ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. വിദേശ യാത്ര തരപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. യുവാക്കൾക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ജനസമ്പർക്കമുള്ളവരും ജനാധിപത്യം വഹിക്കുന്നവരും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഭരിക്കുന്നവരും രാഷ്ട്രീയക്കാർക്കും ഗുണമേന്മ ഉണ്ടാവും. ജനങ്ങളിൽ നിന്നും മോശമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നും ജയിൽവാസം, കേസ് വഴക്കുകളിൽ നിന്നും മോചനം നേടുവാനുള്ള ഒരു സമയം കൂടിയാണ് ഈ രാശിക്കാർക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പരാജയത്തിന്മേൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ജനങ്ങളിൽ മുന്നിൽ നിന്നും തല ഉനിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതും ഒരു ഗുണകരമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 4ാം ഭാവം സുഖസ്ഥാനമാണ്, മാതൃസ്ഥാനമാണ്. മാതാവുമായിട്ട് ചില തർക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി വരും. മാതാവിന് വേണ്ടി ഒരുപാട് ചെലവഴിച്ച പൈസകളും മറ്റുള്ളതെല്ലാം മാറി അവർക്ക് സുഖം പ്രാപിക്കും. മാതാവിൽ നിന്നും അനുഗ്രഹങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം കിട്ടാത്തവർക്കെല്ലാം ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മരുന്ന് കഴിച്ചിട്ടും ഫലമില്ലാത്തവർക്ക് മരുന്ന് കഴിച്ചാൽ ഫലം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ചികിത്സ തന്നെ മാറ്റിവെച്ച് വേറെ ചികിത്സയ്ക്ക് പോയി അതിൽ നിന്നും ഗുണം കിട്ടുവാനുള്ള സാധ്യതകൾ ഈ വൃശ്ചിക രാശിക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അലോപ്പതിയിൽ നിന്നും ആയുർവേദത്തിലേക്ക് മാറുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതും ഗുണം ചെയ്യും. എന്നിരുന്നാലും അലോപ്പതി സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം സയൻസ് പ്രകാരം 4ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്ന കേന്ദ്രസ്ഥാനത്തിൽ. അത് കാരണം അവർക്കും കുറച്ച് റിസ്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള അനുഭവം ഉണ്ടാവും. റിസ്ക് പറഞ്ഞാൽ ആശുപത്രിവാസം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഭാഗം, നഴ്സ് ഭാഗം, തെറാപ്പിസ്റ്റ് ഭാഗം, അങ്ങനെയുള്ളവർക്കെല്ലാം കുറച്ച് കൂടുതൽ അധ്വാനം വേണ്ടി വരും, റിസ്ക് എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും അവർക്ക് ഈ 4ാം ഇടത്തിൽ നിന്നുള്ള കണ്ടകശനിയുടെ ഉദരം മാറി അത് മേൽക്കോയ്മ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അവർക്കും. അതിപ്പോൾ ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഗുണകരമായിട്ട് തന്നെ വരികയുള്ളൂ. എഞ്ചിനീയർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനും സ്വഭ അഭിമാനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും ബുദ്ധിവർദ്ധനവിനുള്ള സാധ്യതയും ഭവനയോഗങ്ങളും വാഹനയോഗങ്ങളും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിലും എല്ലാം ഉണ്ടാവും. വിദേശ രാജ്യങ്ങളിൽ പോയി സമ്പാദിക്കുവാനും തൊഴിലെടുക്കുവാനുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തും എന്ന് തന്നെ പറയാം. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ വൃശ്ചിക രാശിക്കാർ രക്ഷപ്പെടാൻ പോകുന്നു എന്നതാണ് ചുരുക്കി പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ടകശനി ഇതോടുകൂടി വിട്ടുപോവുകയാണ്. ഇനി ഒരു കണ്ടകശനി വരണമെങ്കിൽ 5 വർഷം കഴിയണം. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 4 വർഷം 8 മാസം ഇവർക്ക് കഴിഞ്ഞാൽ വീണ്ടും ഒരു കണ്ടകശനി വരികയുള്ളൂ. എല്ലാവരും കണ്ടകശനി വരും. പക്ഷേ ഇവർക്ക് ഇനി കണ്ടകശനി വരണമെങ്കിൽ 4 വർഷം 8 മാസം കഴിയണം. അപ്പോൾ ഈ ശനി മാറുന്നത് വൃശ്ചിക രാശിക്കാർക്ക് ഗുണം തന്നെയാണ് എന്ന് തന്നെ പറയാം. ആ ഗുണാനുഭവങ്ങൾ അവരുടെ അനുഭവത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.